അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലോകാവസാനം അടുക്കുമ്പോ ദജ്ജാൽ പുറപ്പെടും. അവൻ എന്റെ മദീനത്ത് കിടക്കില്ല, അവൻ എന്റെ മക്കയിൽ കയറില്ല. പക്ഷേ ജുഹഫ് മലയുടെ മുകളിൽ നോക്കിയിട്ട് അവൻ ചോദിക്കും ലിമൻ ഹാദൽ ഖസ്റുൽ അബിയൽ, ഈ വെളുത്ത കൊട്ടാരം ആരുടേതാണ്? ദജ്ജാലിന്റെ ചോദ്യത്തിന് ആരും മറുപടി പറയില്ല. അവസാനം ദജ്ജാൽ തന്നെ മറുപടി പറയുമത്രേ, എനിക്കറിയാം ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തിരുദൂതരെ, അല്ലാഹുവിന്റെ തിരുദൂതരെ, അങ്ങേക്കായിരം ആയിരം സലാം നബിയേ, സലാം നബിയേ, സലാം നബിയേ. ആരറിഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ അന്ന് മസ്ജിദുൻ നബവിയെ കുറിച്ച് പറഞ്ഞത് ഖസ്ർ കൊട്ടാരമെന്നാണ്. ഇന്ന് നിങ്ങൾ ചെന്ന് നോക്കുക, യഥാർത്ഥത്തിൽ അവർ വെള്ളക്കൊട്ടാരമാണ്, വെള്ളക്കൊട്ടാരമാണ്. ലോകത്തിന്റെ രാജകുമാരന്റെ ഉറക്കറയാണ്. ദജ്ജാൽ വന്ന് നോക്കുമ്പോ ഒരു വെള്ളക്കൊട്ടാരം പോലെ പരന്നു കിടക്കുന്ന മസ്ജിദുൻ നബവി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ദജ്ജാലിന്റെ പാദം പതിക്കാത്ത ഒരേ ഒരു കെട്ടണമേടാ, അതെന്റെ മദീനയാണ്, മറ്റൊന്നെന്റെ മക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ.